ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ മുട്ട സിർക്കടയാണ് കേട്ടോ. ഇത് റീൽസ് കണ്ടിട്ട് കുറേ ആയി കേട്ടോ. ഇത് നമ്മളുടെ ആലപ്പുഴ ഡിഷൊന്നും അല്ല, മലബാർ വിഭവം എന്നാണ് പറയപ്പെടുന്നത്, എനിക്കറിയില്ല. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ട് ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് സമയം കിട്ടിയത്. അതിലേക്ക് ഇതാ ഒരു 1/4 കപ്പ് അളവിൽ ചോറ് എടുക്കുന്നുണ്ട്. പിന്നീട് 1 കപ്പ് പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ. ഒരുപാടങ്ങ് ലൂസാവാൻ പാടില്ല. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ കാട്ടിൽ കുറച്ചും കൂടി ഒരു ലൂസായിട്ടിരിക്കണം കേട്ടോ. എന്നാൽ ഒരുപാട് വെള്ളം ആകാനും പാടില്ല. അപ്പോൾ വെള്ളം ഒഴിച്ച് അരയ്ക്കുമ്പോൾ അല്പം സൂക്ഷിച്ചരയ്ക്കുക, ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്. ഒരു കുറുകിയ പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനേ. അപ്പോൾ ഇതങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഇതിൻ്റെ അകത്താണെങ്കിൽ ക്യാരറ്റ് ചേർക്കുന്നവരുണ്ട്. ക്യാരറ്റും പച്ചമുളകൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. ഒന്നുമില്ല, സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാ അപ്പം തന്നെ അത് ചുട്ടെടുക്കുക. നമ്മളിത് വെച്ചിരിക്കുകയൊന്നും വേണ്ട. നമ്മൾ മുട്ടയൊക്കെ ചേർത്തിരിക്കുന്ന കാരണം നല്ല രീതിയിൽ പൊന്തി വരാറുണ്ട് കേട്ടോ. ഇനി ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് നമ്മളുടെ ഓരോ തവി മാവും കൊണ്ട് കോരി ഒഴിക്കുക കേട്ടോ. ഇത് റീൽസൊക്കെ കണ്ട സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ആ സമയത്തൊക്കെ എന്തോ ഒന്നുകിൽ പച്ചരി വെള്ളത്തിലിടല്ലാതെ ഈ ഒരു സ്റ്റേജിൽ വരുമ്പം നമ്മൾ എണ്ണ അങ്ങോട്ട് കോരി മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സ്പൂൺ വെച്ചോ തവി വെച്ചോ കോരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് വെറുതെ അങ്ങനെ കഴിക്കാൻ എന്ന് വെച്ചാൽ വലിയ എന്താ പറയുക, ടേസ്റ്റ് എനിക്ക് അങ്ങനെ വലിയ ഭയങ്കര ടേസ്റ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തുമില്ല. ഇത് ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ ബീഫ് കറിയുടെ കൂടെ ഒക്കെ കഴിക്കാനാണ് വളരെ ടേസ്റ്റ് കേട്ടോ. അല്ലാതെ വെറുതെ കഴിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ട സുർക്ക കേട്ടോ. മുട്ട സുർക്ക എന്നൊക്കെ പേരെങ്ങനെ വന്നതെന്ന് വെച്ചതൊന്നും എനിക്കറിയില്ല. നമ്മൾ റീൽസ് കണ്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ സംഭവം കാണാനൊക്കെ കൊള്ളാം, നല്ല സ്പോഞ്ചി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. 1 കപ്പ് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്തപ്പോൾ നമ്മൾ 2 മുട്ടയും ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ ഒരു 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇതെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കൂടുതലായിട്ട് നോൺ വെജ് ആണ് നല്ലത് കേട്ടോ. നമ്മൾ ബീഫോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ കൊഞ്ചിൻ്റെ തീയലോ അല്ലെങ്കിൽ കൊഞ്ച് റോസ്റ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലും. ഇതിപ്പോൾ ഞാൻ ചിക്കൻ കറിയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ്, അത് രണ്ടും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അല്ലാതെ തനിച്ച് കഴിക്കുമ്പം അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ വെറുതെ കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മലബാർ സ്പെഷ്യൽ വിഭവമായ മുട്ട സുർക്ക ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ